ഈ നാട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ കോർപ്പറേറ്റുകളാണ് നിൽക്കുന്നത്. അതിനിടയിൽ സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ മാത്രമാണ്. ശശി തരൂർ 3 വർഷം തുടർച്ചയായി ഈ മണ്ഡലത്തിന്റെ ഹൃദയം കവർന്നയാളാണ്. ശശി തരൂർ 15 കൊല്ലക്കാലമായി ഇവിടെ നിൽക്കുകയാണ്. എവിടെയാണ് ബാഴ്സലോണ നഗരം? എവിടെയാണ് ഹൈക്കോടതി ബെഞ്ച്? ഇവിടെ ശശി തരൂർ വീടുകൾ കൊടുത്ത അഭ്യർത്ഥനയിൽ പറയുന്ന 15 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഹൈമാസ് ലൈറ്റ് മാത്രമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം പാർലമെന്റിലെ ഇടപെടൽ, ശശി തരൂർ നരേന്ദ്രമോദിയുമായി നടത്തിയ ഏറ്റുമുട്ടലുകൾ, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ 18 എംപിമാരിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ? പൗരത്വ ഭേദഗതിയിൽ ശശി തരൂരാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിച്ചത്. ഇവിടെ അയോധ്യ പ്രശ്നം വന്നപ്പോഴും പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോഴും അടക്കം ഇവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട്, അതായത് രാംലല്ലയുടെ ചിത്രം പങ്കുവെച്ച ശശി തരൂരിനെ വിശ്വാസമില്ല. ഇവിടെ പറയുകയാണ് ഏറ്റവും നല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് വയനാട്ടിൽ അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്? രാഷ്ട്രീയ ചോദ്യം.